എൻ്റെ പേര് ഉമർ. ഞാൻ ഒമാനൂരിൽ താമസിക്കുന്നു. എൻ്റെ ലീഡർ ബാപ്പുട്ടി സാറാണ്. നന്ദിയോടെ സ്മരിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് വേണ്ട രീതിയിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അപ്ലൈൻ ലീഡർമാരായ റഫീഖ് സാർ കുന്നുംപുറം, ചെറൂർ അബ്ദുറഹ്മാൻ സാറ്, ഉമർ സാർ അടക്കമുള്ള എല്ലാ ലീഡേഴ്സിനും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ ട്രഡീഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലും പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. നേരത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങുമായി എനിക്ക് യാതൊരു ബന്ധവും അറിവും ഇല്ലായിരുന്നു. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനിയിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു വലിയ രീതിയിലുള്ള റിസൾട്ട് അനുഭവപ്പെട്ടതിന്റെ പേരിലാണ്. ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി പോലുള്ള മുതലായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഒട്ടനവധി അലോപ്പതി ഡോക്ടർമാരെ സമീപിക്കുകയും അവരെ കാണുകയും അവർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ക്യാപ്സൂളുകൾ ദിനം പ്രതി കഴിക്കുകയും ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, എനിക്ക് അതിൽ നിന്നൊന്നും പൂർണ്ണമായ ഒരു സുഖം ലഭിച്ചില്ലായിരുന്നു. താൽക്കാലിക ഒരു എന്തെങ്കിലും ചെറിയ ഒരു സമാധാനം എന്നതൊഴിച്ചാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും ആ കാപ്സൂളുകളിൽ നിന്നൊന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു. അങ്ങനെയായിരിക്കുന്ന സമയത്താണ് എൻ്റെ നാട്ടുകാരനും ബാപ്പുട്ടി സാറുടെ വീട്ടിലേക്ക് മറ്റൊരു കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ കടന്നു ചെല്ലുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അലമാരയിൽ അടക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ബോക്സുകളെ ഞാൻ കാണുകയും അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം പരിചയപ്പെടുത്തിയതനുസരിച്ചാണ് ലിവാഗെയിനും അതുപോലെ തന്നെ ഇമ്മ്യൂണോ പ്ലസ്, പ്രോബയോട്ടിക് പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. ദിവസങ്ങൾക്കകം തന്നെ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു. പിന്നീട് തുടർച്ചയായി 3-4 മാസക്കാലം തുടർച്ചയായി ഞാൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയുണ്ടായി. ഇപ്പോ സന്തോഷത്തോടെ പറയട്ടെ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് പൂർണ്ണമായും മുക്തനാകാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിനാൽ ഞാൻ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയുള്ളതാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഒരല്പം പഠിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. പലരും പറയാവുന്നത് പോലെ മറക്കകത്തിരുന്ന് ആ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പഠനത്തിലേർപ്പെട്ടു. അതിലെനിക്ക് ബോധ്യമായി, ഞാൻ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലൂടെ
വിതരണം ചെയ്യുന്ന വെൽനസ് ഉൽപ്പന്നങ്ങളാണ്. ആ കമ്പനി നല്ലതാണെന്ന് ബോധ്യപ്പെട്ടു, മാനേജ്മെന്റ് സൂപ്പറാണെന്ന് ബോധ്യപ്പെട്ടു, ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയുള്ളതാണെന്ന് ബോധ്യപ്പെട്ടു, ഇൻകം പ്ലാൻ അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് ബോധ്യപ്പെട്ടു. മാത്രവുമല്ല, ക്വാളിറ്റിയുള്ള ലീഡേഴ്സ് കൂടെയുണ്ടെന്ന തിരിച്ചറിവാണ് എന്നെ ഈ ബിസിനസ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഇറങ്ങാൻ തീരുമാനിച്ചു. ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു, ചെയ്യാൻ തീരുമാനിച്ച ഒരു കാര്യം ദൈവം തമ്പുരാനല്ലാതെ മറ്റൊരാൾക്കും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല. നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ശക്തി എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിലെ അടങ്ങാത്ത ആഗ്രഹമാണ്. ചെയ്യാതിരിക്കാൻ കാരണങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കും. ഈ അടുത്ത കാലത്തായി നമുക്ക് അനുഭവപ്പെട്ടില്ലേ, ലീഡേഴ്സ് നമ്മെ പ്രോഗ്രാമിലേക്ക് വിളിക്കുമ്പോ നാം പറഞ്ഞില്ലേ, നോമ്പാണ് സാർ, അത് കഴിഞ്ഞു പെരുന്നാളാണ് സാർ, അത് കഴിഞ്ഞു വിഷു കഴിയട്ടെ സാർ, അത് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിയട്ടെ സാർ, അത് കഴിഞ്ഞു അതിശക്തമായ ചൂടാണ് സാർ, അത് കഴിഞ്ഞു നല്ല മഴയാണ് സാർ. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുന്നവർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റേണ്ടതുണ്ട്. ഞാൻ ചെറിയ ഉദാഹരണത്തിലൂടെ കടന്നു വരികയാണ്. ഇപ്പോ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്താ? മഴയല്ലേ. മഴയത്തല്ലേ കൃഷിക്കാര് കൃഷി ഇറക്കാറ്. നമ്മുടെ കമ്പനിയിൽ ഇന്ത്യാഗ്രോയുടെ ഉൽപ്പന്നങ്ങളില്ലേ, ആ ഉൽപ്പന്നങ്ങളെ കുറിച്ച് കൃഷിക്കാരിലേക്ക് വിവരം നൽകേണ്ടത് ആ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർമാരായ, അതിന്റെ ഇടനിലക്കാരായ നമ്മളല്ലേ ചെയ്യേണ്ടത്. അങ്ങനെയാണ് പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റേണ്ടത്. ഇന്ത്യാഗ്രോയുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരൽപ്പം അതിനെക്കുറിച്ച് വിശദീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നല്ല സമയമാണിത്. കൃഷിക്കാരൊക്കെ കൃഷിക്ക് വളം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് അതിനെക്കുറിച്ച് ഒരൽപ്പം സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ നൽകുന്നത് വളമാണോ കീടനാശിനിയാണോ? നമ്മൾ നൽകുന്നത് ബയോസ്റ്റിമുലന്റുകളാണ്. എന്താണ് ബയോസ്റ്റിമുലന്റ്? വളങ്ങളുടെ ഉപയോഗം ഇല്ലാതെ തന്നെ കൃഷി ലാഭകരമാക്കാനും സസ്യത്തിന്റെ സമഗ്രമായ വളർച്ച സാധ്യമാക്കാനും ബയോസ്റ്റിമുലന്റുകൾക്ക് കഴിയും. ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ ബയോസ്റ്റിമുലന്റ് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ആ കമ്പനിയുടെ വിതരണക്കാരാണ്, കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർമാരാണ്, അതിന്റെ വിതരണക്കാരാണ് നമ്മൾ. നമ്മെ ചെറുതായി കണ്ടിട്ട് കാര്യമുണ്ടോ? നല്ല ഉൽപ്പന്നങ്ങൾ കയ്യിൽ വെച്ചിട്ട് അത് കൃഷിക്കാരിലേക്ക് അതിന്റെ വിവരങ്ങൾ എത്തിക്കാതെ
നമ്മൾ പറഞ്ഞ അവർ കേൾക്കോ എന്നുള്ള ഒരു ഭയം നമ്മെ തേടിയെത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി. നമ്മളെ കയ്യിലുള്ള ഉൽപ്പന്നം നല്ലതാണ്, ആരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കൃഷിക്കാർക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്യാൻ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് സാധിക്കും. മാത്രവുമല്ല, കൃഷിക്കാരന് കൃഷിയിൽ നിന്ന് 60% വിളവെടുപ്പ് നടക്കുമ്പോൾ ആ കൃഷി ലാഭത്തിലാകുമെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത് കാരണം 90% പെൺപൂക്കളെ സൃഷ്ടിച്ചുകൊണ്ട് 90% വിളവെടുപ്പ് നടത്താൻ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള. ഇതിന്റെയൊക്കെ പ്രധാന കാരണം എന്താ? നമ്മുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് വൃക്ഷ ആയുർവേദത്തിൽ പറഞ്ഞ പ്രകാരം നാനോ ടെക്നോളജി ഉപയോഗിച്ചാണ് എന്നുള്ളത് കൊണ്ടാ. ഇന്ത്യാഗ്രോയുടെ ഉൽപ്പന്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ബോസ്ര. 2 കിലോയുടെ പാക്കറ്റാണത്. അതിന്റെ വില 1375 രൂപയാണ് MRP മാർക്കറ്റ്. TP മാർക്കറ്റ് 1100 രൂപയാണ്. വാങ്ങി വിറ്റ 275 രൂപ ലാഭം കിട്ടും. കൃഷിക്കാരത് ഉപയോഗിച്ചാൽ അവർക്ക് വലിയ ഗുണവും കിട്ടും. കൃഷിക്കാർക്ക് അത് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ത് എന്ന് നമുക്കൊന്ന് പരിശോധന നടത്താം. നമ്മളെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നുണ്ട്. ഇന്ന് കൃഷിയിടങ്ങളൊക്കെ പലവിധം കീടനാശിനികളുടെ ഉപയോഗം കൊണ്ട് മലിനമാകപ്പെട്ടിരിക്കുക. അതിൽ നിന്ന് അതിന്റെ ഘടനയെ മാറ്റിയെടുത്തുകൊണ്ട് നല്ല രീതിയിൽ കൃഷി ഉണ്ടാവാൻ മണ്ണ് പാകപ്പെട്ടു വരും എന്നുള്ളത്. മറ്റൊന്ന് പറയുന്നത് pH കൂട്ടാൻ സാധിക്കും എന്നുള്ളത്. ഇന്ന് കൃഷിഭവനിൽ നിന്നും അതുപോലെ തന്നെ പല ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന കടകളിൽ നിന്നുമൊക്കെ കൃഷിക്കാർക്ക് പല ട്രെയിനിങ്ങുകളും ക്ലാസ്സുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അവർ കൊടുക്കുന്ന ക്ലാസ്സുകളിൽ പറയുന്നത് നിങ്ങളുടെ കൃഷിയിടങ്ങൾ അതിലെ മണ്ണ് പരിശോധിക്കണമെന്നാണ്. എന്നിട്ട് pH കുറവുണ്ടെങ്കിൽ അത് കൂട്ടാനുള്ള ഒന്നിരിക്കൽ pH ബൂസ്റ്റർ, അതല്ലെങ്കിൽ കുമ്മായം ഇതിട്ട് കൊടുക്കണമെന്നാണ് പറയാറ്. സാധാരണക്കാർ ഉപയോഗിക്കൽ കുമ്മായം ഭൂമിയെ തന്നെ ദോഷകരം. ഭൂമിക്ക് ദോഷമാണ് കുമ്മായം. കൃഷിയെ നശിപ്പിക്കും. നല്ല വിളവെടുപ്പൊന്നും കിട്ടൂല. അതായത് ഭൂമിയിലുള്ള പോഷകങ്ങളെ അകറ്റിക്കളയും. ഇവിടൊക്കെ നമ്മൾ പഴയ കാലത്ത് നമ്മളെ തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത്, മണ്ണുകളെ വെട്ടിമുറിക്കുന്ന സമയത്ത്, കൊത്തുന്ന സമയത്ത് ഒക്കെ ആ തോട്ടങ്ങളിൽ പല മണ്ണിരകളും കാണാൻ സാധിക്കുമായിരുന്നു. പല വലിപ്പത്തിലുള്ള പല രീതിയിലുള്ള മണ്ണിരകളെയൊക്കെ കാണാൻ സാധിക്കും. ഇന്ന് അതെല്ലാം അപ്രതീക്ഷിതം ആയിട്ടാണ് കണ്ടുവരുന്നത്. എന്താ കാരണം അറിയോ? കീടനാശിനികളുടെ ഉപയോഗം കാരണം ഇതെല്ലാം ചത്തൊടുങ്ങിയിരിക്കുക. ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച സർവ ജീവജാലങ്ങൾക്കും പല രീതിയിലുള്ള ഉപകാരങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോ
ഇവിടെ pH കൂട്ടാൻ വേണ്ടി സാധാരണഗതിയിൽ കുമ്മായം കൂട്ടുന്നുണ്ട്. അത് വേണ്ട, ഇത് മണ്ണിന് ദോഷം ചെയ്യും, കൃഷിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ബോസറ ഇട്ട് കൊടുത്താൽ pH കൂടും. പിന്നെയുള്ള ഗുണം എന്താണ്? പിന്നെയുള്ള ഗുണം എന്ന് പറയുന്നത് ഭൂമിയിൽ തന്നെ ധാരാളം പോഷകങ്ങളുണ്ട്. ആ പോഷകങ്ങളെ വലിച്ചെടുക്കാൻ ഈ സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഭൂമിനകത്ത് തന്നെ ഉള്ള പോഷകങ്ങൾ ധാരാളം വലിച്ചെടുത്തുകൊണ്ട് ആ കൃഷിയെ അതിന്റെ ലാഭകരത്തിലേക്ക് കൊണ്ടുവരാൻ ഭൂമിക്ക് സാധിക്കും, മണ്ണിന് സാധിക്കും. പക്ഷേ ഇന്നത്തെ കീടനാശിനിയുടെ ഉപയോഗം മൂലം അതെല്ലാം എന്ത് ചെയ്യാണ്? മാറിപ്പോവാണ്. ഒരിക്കലും അതിന്റെ പോഷകങ്ങൾ എങ്ങോട്ട് വരുത്താൻ പറ്റുന്നില്ല. അത് ആ ഒരു രീതിയിലാണ് ഇന്നത്തെ കീടനാശിനികളുടെ ഉപയോഗം എന്നുള്ളത്. ഇത് ഇനി ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. സമയക്കുറവ് കൊണ്ട് കുറച്ച് ഓടിച്ചു പറയേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഏതായിരുന്നാലും ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സസ്യങ്ങളുടെ വലുപ്പത്തിനനുസരിച്ചാണ് നമ്മുടെ ബോസറ സസ്യത്തിന്റെ മരട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഭൂമിയിൽ ചേർന്നിട്ട് കൊടുക്കണം. വലുപ്പത്തിനനുസരിച്ച് അതിന്റെ അടിയിലെ മണ്ണുകളൊക്കെ ഒന്ന് ഇളക്കി നന്നാക്കി അത് മണ്ണിലായിരിക്കണം ഇടുന്നത്. ഇടുന്ന സമയത്ത് മഴ പെയ്യണം, അല്ലെങ്കിൽ വെള്ളം നനക്കുന്ന തോട്ടത്തിലേ പറ്റുള്ളൂ. ഇപ്പൊ നല്ല കാലാവസ്ഥയാണ്, ധൈര്യത്ത് നമുക്കിപ്പോ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം. അത് പിന്നെ ഇങ്ങനെ ഒരു ചുവട്ടിൽ, അതായത് വട്ടത്തിൽ ചുവട്ടിലാണ് അത് ഇട്ട് കൊടുക്കേണ്ടത്. ഓരോ സസ്യങ്ങളുടെയും വലുപ്പത്തിനനുസരിച്ചാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഒരു തെങ്ങിന് ഒരു 50 ഗ്രാം ഒക്കെ ഇട്ടാം. എന്നാൽ ഒരു കമിങ്ങിന് ഒരു 25 ഗ്രാം കൊടുക്കാം. വാഴക്ക് ഒരു 20 ഗ്രാം ഒക്കെ കൊടുത്താൽ. എന്നാൽ അതിന് പച്ചക്കറി വർഗ്ഗങ്ങളായ കയ്പ, വെണ്ട, പയർ പോലുള്ള 5-10 ഗ്രാമുകളൊക്കെ കൊടുത്താണ്. ഇങ്ങനെയാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ശരിക്ക് പിന്നെ നമ്മുടെ മാർക്കറ്റിൽ നല്ല കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ ആ ഉൽപ്പന്നങ്ങളുടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കമ്പനിയുടേതോ അല്ലെങ്കിൽ വേറെ എന്തോ ആവട്ടെ ഉൽപ്പന്നം വിപണിയിൽ ഇറങ്ങും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ അടുത്തൊക്കെ ഒരു ഓർഗാനിക് കടയിൽ അല്ലെങ്കിൽ വളം വിൽക്കുന്ന കടകളിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു ചാക്കുണ്ട്. അതിന്റെ പേര് ഭൂമിത്ര എന്നാ. നമ്മളതിന്റെ പേര് ഭൂത്ര, മറ്റേതിന്റെ പേര് ഭൂമിത്ര. ഭൂമിത്ര 50 കിലോന്റെ ചാക്ക. അതിന്റെ വില എത്ര? 1200 രൂപ. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 1200 രൂപക്ക് 50 കിലോന്റെ ചാക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ ഇത് 1000, അതായത് 2 കിലോന്റെ പാക്കറ്റ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം വരും. ഇവിടെ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി, നമ്മളതേ വാങ്ങി ഉപയോഗിക്കുള്ളൂ എന്നുള്ള കാര്യം സത്യം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ചൊരു വിലയിരുത്തലൊക്കെ നടത്തണ്ടേ? അങ്ങനെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. ആ ഭൂമിത്ര എന്ന് പറയുന്ന സാധനം ഒരു തെങ്ങിന് കൊടുക്കേണ്ടത് 6 കിലോനാ. 6 × 8.5 51 കിലോ. 6 കിലോൻ ഒരു തെങ്ങിന് കൊടുത്താൽ 8.5 തെങ്ങിനെ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത് 51 കിലോ വേണം. 1200 അരിക്കണം 8.5. കോസ്റ്റ് എന്ന് പറയുന്നത് 140 രൂപ. എന്നാലോ
നമ്മുടെ ഉൽപ്പന്നം കൊടുക്കേണ്ടത് എത്രയാ? 50 ഗ്രാം. 50 ഗുണിക്കണം 40, 2 കിലോ. 1100 ഹരിക്കണം 40, 27 റുപ്യ. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കൃഷിക്കാർക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്, നല്ല റിസൾട്ട് ഉള്ള ഉൽപ്പന്നമാണ് നമ്മളെ കയ്യിലുള്ളത് എന്നുള്ളത്. അപ്പം ജനങ്ങൾ കൂടുതൽ ചാക്കിൽ കൂടുതൽ കാണുന്നതിലേക്ക് പോകും. സ്വാഭാവികമായിട്ട് ഒരു മനസ്സത അങ്ങനെയാണ്. അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീടിന്റെ നേരെ മുന്നിലുള്ള ഒരു കടയിൽ 1 കിലോ പഴം 30 രൂപക്ക് വിൽക്കുന്നുണ്ട്. ഇത് ഞാൻ അറിയുകയും ചെയ്യും. ഞാനത് വിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. വില 30 എന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അങ്ങനെ ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് കൊണ്ടോട്ടിക്ക് പോകുന്നു. കൊണ്ടോട്ടിയിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് അവിടെ ഒരു ഗുഡ്സില് ഒരുപാട് വാഴക്കൊലകൾ വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയാം, 3 കിലോ 100, 3 കിലോ 100, 3 കിലോ 100. ഒരുപാട് ആൾക്കാർ അവിടെ ഇറങ്ങി വാങ്ങുന്നത് കാണുമ്പോൾ നമ്മളൊന്ന് ഇറങ്ങി നോക്കും, ഒരുപക്ഷെ വാങ്ങിയെന്ന് വരും. എന്താണ് ഇതിന്റെ കാരണം അറിയോ? തോനെ കിട്ടുന്ന സമയത്ത് തോനെ വില പറയുമ്പോൾ അവിടെ ലാഭമാണോ നഷ്ടമാണോ നോക്കില്ല. ഇവിടെ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് 30 രൂപ മുതൽ 3 കിലോ വാങ്ങിയ 90 രൂപയാവും. എന്നാലോ ആ വണ്ടിയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നത് 3 കിലോ 100 രൂപയ്ക്ക്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു സ്വഭാവം ജനങ്ങളിൽ മൊത്തത്തിലുള്ളതാണ്. അത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലേ 50 കിലോന്റെ ചാക്ക് കണ്ടിട്ട് കാര്യമില്ല. അതിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ്, അതിന്റെ ഗുണമേന്മയെക്കുറിച്ചാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ആരോ ഒന്ന് ഇതിന്റെ ഇടയിൽ എഴുതി ചോദിച്ചിട്ടുണ്ട്, വാഴയ്ക്ക് എത്രയാണ് ഇടുന്നത്? ശരിക്കും സാറേ, വാഴയ്ക്ക് ഒരു 20 ഗ്രാം കൊടുക്കാൻ വേണ്ടി പറയണം. എന്താ കാരണം അറിയോ? നമ്മൾ ഫസ്റ്റായിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ മണ്ണെല്ലാം ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ മാതിരി കീടനാശിനി കാരണം മലിനമാക്കപ്പെട്ടിരിക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റായിട്ടാണ് ആ വാഴത്തോട്ടത്ത് കൊടുക്കുന്നത്. ഒരു 20 ഗ്രാം കൊടുത്താൽ തന്നെ 100 വാഴയ്ക്ക് എന്ത് ചെയ്യാം? 2 കിലോന്റെ പാക്കറ്റ് കൊണ്ട് കൃഷി ചെയ്യാം. കമ്പനി പറയുന്നത് 1 ഏക്കറിലേക്ക് 2.5 കിലോ മതിയെന്നാണ്. പക്ഷെ നമ്മൾ അതിന് ഒരല്പം കൂടുതലാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മളൊക്കെ പറഞ്ഞതും പറയലും കൊടുത്തതിന്റെ റിസൾട്ട് കിട്ടിയതും അങ്ങനെ. ഇതൊക്കെ അനുഭവം കൊണ്ട് പറയാം. ഒരുപാട് റിസൾട്ടുകൾ തന്നെ ഇതിന് പറയാനുണ്ട്. ഞാൻ പിറകിലേക്ക് വരാം. അപ്പം ഒരു 20 ഗ്രാം കൊടുക്കാൻ പറയാൻ നല്ലത്, എന്നാൽ അതിനുള്ള ഗുണം കാണും. അതുപോലെ മറ്റൊരു ഉൽപ്പന്നമാണ്, അതായത് നമ്മുടെ ഇന്ത്യ ഗ്രോയിലെ മറ്റൊരു പ്രധാന ഉൽപ്പന്നത്തിന് പേരാണ് ഗ്രോ മാജിക് അഡ്വാൻസ്. 100 ഗ്രാമിന്റെ പാക്കറ്റാണ്. അതിന്റെ വില എത്ര അറിയോ? 1650 രൂപ MRP വില. TPO 1290 രൂപ. വാങ്ങി വിറ്റാൽ 360 രൂപ ലാഭം കിട്ടും. ഇത് കൃഷിക്കാർ ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? സസ്യത്തിന്റെ ആരോഗ്യം വർദ്ധിക്കും. ഇലകളൊക്കെ നല്ല പച്ചപ്പായിരിക്കും. പിന്നെ 90% പെൺപൂക്കളെ സൃഷ്ടിച്ചുകൊണ്ട് 90% വിളവെടുപ്പിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ഉണ്ടാവുന്ന കായകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരേ വലുപ്പത്തിൽ, ഒരേ മേനിയിൽ, ഒരേ രീതിയിൽ ആയിരിക്കും. ഇവിടെ എനിക്ക് അനുഭവങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ എടവണ്ണപ്പാറ ഒരു കടയിൽ ചെന്ന്, അതായത് ഈ ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു കടയിൽ ചെന്നിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഈ ഉൽപ്പന്നത്തെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് അതിന്റെ അടുത്തൊരാൾ ഇരിപ്പുണ്ടായിരുന്നു.
അദ്ദേഹത്തിന്റെ പേര് ലത്തീഫ് ക എന്ന ഇടവണ്ണപ്പാറക്കടുത്തുള്ള. അങ്ങനെ അദ്ദേഹമായിട്ട് ഞാൻ പരിചയപ്പെടുകയും അദ്ദേഹം എന്റെ നമ്പർ വാങ്ങുകയും ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ലത്തീഫ് ക എന്തൊക്കെയുണ്ട് വിശേഷം, നിങ്ങൾക്ക് കൃഷിയൊക്കെ ഇല്ല, എങ്ങനെയൊക്കെയാണ് വർത്താനൊക്കെ ഞാൻ അത് അന്വേഷിച്ചു. എന്നോട് പറഞ്ഞു, ഉമർക്ക ഞാന് പിന്നെ കൃഷിയുണ്ട്, വാഴയുണ്ട്, നിങ്ങളെ കൃഷി ഇത് കുറച്ച് ഇണ്ടായിരുന്നു, പക്ഷെ വാഴക്കൊക്കെ ഇട്ടിട്ടുണ്ട്, വളം ഇട്ടിരിക്കുകയാണ്, ആ സമയത്താണ് നിങ്ങളെ കണ്ടുമുട്ടിയത്, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വർഷം നോക്കാം. അങ്ങനെ പിന്നീട് അയാള് അതെല്ലാം പറഞ്ഞതിന് ശേഷം അയാൾ പറഞ്ഞു, ഒരു 160 വായ്പ ഞാൻ വെച്ചതുണ്ട്, അതിന് നമുക്ക് എന്ത് ചെയ്യാം, കന്ന് വെച്ചതുണ്ട്, അതിന് നമുക്ക് കൊടുക്കാന്ന്. അതിന് കൊടുക്ക എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, 2 പാക്കറ്റ് ബോസറയും ഒരു ഗ്രോമാജിക്കും അതുപോലെ തന്നെ മൈസ്പ്രയും കൂടെ ഞാൻ കൂട്ടി ആളെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ അയാൾ അതിന് നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള കാര്യത്തിൽ ചെയ്തു, ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. ഒരു 15 ദിവസം കഴിഞ്ഞ സമയത്ത് അയാൾ എന്നെ വിളിച്ചിട്ട് പറയും, നിങ്ങളിവിടെ ഉള്ള ചോദിച്ചു, ഞാൻ നാട്ടിലാണ്, നിങ്ങൾ വരിക, നമ്മളെ പറഞ്ഞിട്ടും വരിക. നല്ല ബേജാറുണ്ട്, കാരണം ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അങ്ങനെ അറിയാതൊക്കെ കൊടുത്തതാ. അങ്ങനെ ഇതിന്റെ ആ ഒരു നമ്മൾക്ക് കൂടുതൽ ഒരു ഇതുമില്ല, ആ ഒരു കണ്ടീഷനിൽ കൊടുത്തതാ. നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ വേണ്ടേ. അപ്പൊ ഇയാളെ ഇനി തോട്ടത്തെ നാശായോ പ്രശ്നമായോ എന്നൊക്കെ ഉള്ളൊരു ബേജാറുണ്ട്. ഏതായിരുന്നാലും പോയി നോക്കുമ്പോൾ മൂപ്പര് എന്നെ കൊണ്ടുപോയി. അപ്പൊ എന്നോട് പറഞ്ഞ് വെള്ള ഷർട്ട് ഇട്ടിട്ട്, അതൊക്കെ ഒരു അറിവാ, അപ്പം കിട്ടിയ ഒരു അറിവാണത്. വെള്ള ഷർട്ട് ഇട്ടിട്ടാ ഞാൻ പോയത്. അപ്പൊ എന്നോട് പറഞ്ഞ്, നിങ്ങള് ആ ഷർട്ട് അവിടെ അയച്ചു നോക്കി, വാഴന്റെ ഇല കൊണ്ടാൽ പോലും ഷർട്ട് കറാവും, കാരണം ഇല പൊട്ടിക്കെടുക്കുന്നുണ്ടാവും, അവിടെ കറണ്ടാവും. അപ്പൊ അതൊക്കെ അവിടുന്ന് കിട്ടിയതാ. ഏതായിരുന്നാലും അയാൾ എന്നെ വായിലേക്ക് ഇറക്കിയിട്ട് കാണിച്ചു പറഞ്ഞു തന്നു, ഉമർക്ക നിങ്ങൾ ഈ സാധനം ഇടുന്നതിന്റെ ഒരാഴ്ച മുമ്പ്, 10 ദിവസം മുമ്പാണ് ഞാൻ ഇതിന് മറ്റേ വളങ്ങളൊക്കെ ഇട്ടത്. അതിൽ കുറെ ഇംഗ്ലീഷ് വളങ്ങളും എന്തൊക്കെ പേര് പറഞ്ഞു, അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന് അതിന്റെ ശേഷം ഇട്ടതാണ്. പക്ഷെ ഇതിന്റെ ഒരു ഇല ഒരു നല്ല പച്ചപ്പുണ്ട്, നല്ല പിന്നെ ഒരു തടികളൊക്കെ ഒരു വണ്ണും കാര്യങ്ങളും ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതേമാതിരി അതിനും കൂടെ ചെയ്താലോ എന്ന് ചോദിച്ചു. അതിലെനിക്ക് കോൺഫിഡൻസ് കൂടുതൽ, ഞാനെന്ത് പറഞ്ഞു, ധൈര്യമായിട്ട് ചെയ്തോളിന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അയാൾക്ക് വീണ്ടും കൊടുത്തു, അയാള് വീണ്ടും ചെയ്തു എന്നുള്ളത്. അങ്ങനെ ഈ അടുത്ത കാലത്ത് അയാൾ വാഴ വെട്ടുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഉൽപ്പന്നം നല്ല ഉൽപ്പന്നം കേട്ടോ, നല്ല വളാട്ടോ നിങ്ങളത്. എന്നിട്ട് അയാൾ പറയാണ്, എനിക്ക് എല്ലാം ഫസ്റ്റ് മാർക്കിൽ പോകുന്ന വാഴകൾ മാത്രമാണ് കിട്ടിയത്. ഒരു സെക്കൻഡ് കൊല പോലും എന്ത് ചെയ്തില്ല, എന്റെ വാഴയിൽ നിന്ന് കിട്ടിയില്ല. സന്തോഷത്തോടു കൂടെ ഞാൻ മൂപ്പര് പറയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഒരു വാഴ വീഴും കൊല വെട്ടിപ്പോവുക, അല്ലെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നേരെ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അനുഭവങ്ങളുള്ള, അപ്പൊ അതിന്റെ പേരിലാണ് പറയുന്നത്. അതെ, ഒരേ കായകളൊക്കെ ഒരേ രീതിയിലും ഒരേ വലുപ്പത്തിലും തന്നെ ആയിരിക്കും എന്നുള്ള. പിന്നെന്താ ഗുണം, നല്ല രുചിയുണ്ടായിരിക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുന്നുണ്ട്, സമയം പോവുകയും ചെയ്യും. ഉമർ ഉസ്താദ് നിർത്തിയാളെന്ന് പറയും. അപ്പൊ അതിന്റെ പേരിൽ കുറച്ചൊന്ന് കൊടുക്കുക. അപ്പം ഈ ഗ്രോമാജിക്കിന്റെ ഉപയോഗത്തിൽ ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ അത് ഇനി നമുക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. 100 ഗ്രാമിന്റെ പാക്കറ്റാണ്. ഈ 100 ഗ്രാമിന്റെ പാക്കറ്റ് ഒരു 100 ലിറ്റർ വെള്ളത്തിൽ എന്ത് ചെയ്യണം, കലക്കുക. അത് കലക്കിയിട്ട് അതിലേക്ക് ഒരു 25 മില്ലി ഗ്രാം എന്ത് ചെയ്യുക, മൈസ്പ്രേ കൂടി ചേർക്കുക. ഇത് ചേർത്തിട്ട് സസ്യത്തിന്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം, മുകളിലേക്ക് സ്പ്രേ ചെയ്യുകയും ചെയ്യാം. ചുവട്ടിൽ ഒഴിക്കുമ്പോൾ മണ്ണിലായിരിക്കണം, 1 അടി 2 അടിയൊക്കെ ഇങ്ങനെ വിട്ടാണ് ഒഴിക്കേണ്ടത്. വളമിടൽ അങ്ങനെയാണ്. ഇതൊക്കെ പിന്നെ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പറയാം. ഏതായിരുന്നാലും ചുവട്ടിൽ ഒഴിക്കുമ്പോൾ മണ്ണിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചവറുകളൊക്കെ ഉണ്ടെങ്കിൽ നീക്കിയിട്ട് മണ്ണിൽ ചേർന്ന് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ഇട്ട് കൊടുക്കണം. മുകളിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ, വാഴക്ക് ചെയ്യുകയാണെങ്കിൽ വാഴയുടെ ഇലയുടെ അടിഭാഗത്ത് ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് ഈ ഗ്രോമാജിക് ഉപയോഗിക്കേണ്ടത്. അത് അതിലേക്ക് മൈസ്പ്രേ ചേർക്കണം. ഈ മൈസ്പ്രേ ചേർത്താലുള്ള ഗുണം എന്താണെന്ന് അറിയോ, ഈ ഫംഗസ് പോലുള്ള രോഗങ്ങളിൽ നിന്ന് ഈ കൃഷിയെ രക്ഷിക്കാൻ അതുവഴി സാധിക്കുന്നുള്ള.
അപ്പൊ അതുകൊണ്ട് അത് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ അതില് കൂട്ടിക്കൊടുക്കാം. പിന്നെ അതേമാതിരി ഈ എന്റെ പിന്നെ ഈ വാഴക്കന്നുകളൊക്കെ വെക്കുന്ന, പുതുതായിട്ട് കന്ന് വെക്കുന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, ഇവര് കുഴിയൊക്കെ കുഴിച്ചു വെച്ചതിന് ശേഷം ഗ്രോമാജിക്ക്, മൈ സ്പ്രേ, മൈ പ്രൗഡ് ഇത് മൂന്നും ആവശ്യത്തിനെടുത്തിട്ട് കലക്കിട്ട് എന്ത് ചെയ്യുക, ഒരു ലായനി ഉണ്ടാക്കുക. എന്നിട്ട് വായന്റെ കന്ന് അതിലാദ്യം മുക്കി ഒരു 5 മിനിറ്റോ ഒക്കെ കുറഞ്ഞ സമയം വെച്ചാൽ മതി. വെച്ചിട്ട് എന്ത് ചെയ്യാ, ഇത് കൊണ്ടുപോയി വെക്കുക. കന്ന് വെച്ചതിന് ശേഷം അവിടെ ഒരു 20 ഗ്രാമൊക്കെ ബോസർ ഇട്ട് കൊടുത്തു. എന്നിട്ട് മണ്ണ് നീക്കി കൊടുത്തു. മണ്ണ് നീക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, പിന്നെ ആ മണ്ണിന്റെ മുകളിലൂടെ ഈ കലക്കി വെച്ച പിന്നെ അത് പിന്നെ ഗ്രോമാജിക്കും ഐസ്പ്രേ ഒക്കെ ഒന്ന് പറന്നു കൊടുത്തു. നമ്മൾ ഇങ്ങോട്ട് പോന്നാൽ നോക്കിക്കാണാൻ കഴിയും അതിന്റെ വളർച്ച എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോഴും നമുക്ക് ഉറപ്പാ നമ്മുടെ നമുക്ക് നല്ല ബിസിനസ് ചെയ്യാൻ ഈ ഒരു ഇന്ത്യാഗരോയുടെ ഉൽപ്പന്നങ്ങൾ മാത്രം മതി എന്നുള്ളത്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചു മനസ്സിലാക്കി നമ്മളെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ നമ്മളെ കൃഷിക്കാരോട് പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടക്കാലത്ത് ഇവിടെ ഞാൻ പിന്നെ ഒന്നും കൂടെ പറയാം. ഒരു 4-5 മാസങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ ഉപ്പയുടെ ഉപ്പ ഹോസ്പിറ്റലില്, ഉപ്പ മരിച്ചിട്ടോ. ആ സമയത്ത് പിന്നെ അയ്യൂബ് സാറ്, ബിജു സാറ്, റമീസ് സാറ്, സാഹിർ സാറ്, ഉമർ സാറ്, സ്റ്റോറു സാറ്, കുഞ്ഞുമരക്ക സാറ്, ഇങ്ങനെ ഒരുപാട് നമ്മുടെ ലീഡേഴ്സ് വന്നിരുന്നു. സന്തോഷത്തിൽ സന്തോഷം അറിയിക്കും. അപ്പം ആ സമയത്ത് ഞാൻ ഉപ്പയായിട്ട് മുക്കത്ത് ഒരു ഹോസ്പിറ്റലില്ല. ആ സമയത്ത് എൻ്റെ വീട്ടില് തേങ്ങ വലിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വലിക്കാരൻ വന്നു. അങ്ങനെ മുറ്റത്തുള്ളൊരു തെങ്ങില് അദ്ദേഹം കയറി കടന്നൽ കുത്തി അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ചാടി ഇറങ്ങി അവിടുന്ന്. ഇത് എന്റെ വീട് ഒരു അങ്ങാടി ഭാഗത്താണ്. അപ്പോ അങ്ങനെ കുണ്ടന്മാരൊക്കെ കൂടി വന്ന്, അപ്പൊ എന്താ സംഭവം, എന്താ അദ്ദേഹത്തിന് കടന്നലുത്തി, തെങ്ങുമ്പല് നിറയെ കടന്നലുണ്ട്. സമയത്ത് ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു, പെട്രോൾ ഒഴിച്ചിട്ട് തീയിട്ട് എന്നുള്ള തെങ്ങൊന്നായിട്ട് മോള് മൊത്തം കത്തിയാകെ തൂക്കാനായി തേങ്ങയും കാര്യങ്ങളൊന്നായിട്ട് പട്ടവരെ കത്തിക്കരിഞ്ഞു വരും. ഈ നാട്ടിലുള്ള ഒരു ഗ്രൂപ്പിലൂടെ ഞാൻ മുക്കത്തിലേക്ക് ഈ തെങ്ങ് കത്തുന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇതിന്റെ എന്റെ വീട്ടിലാണെന്നൊന്നും ഞാൻ അറിയില്ല. അങ്ങനെ വീട്ടിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ തെങ്ങ് കത്തിയ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നത്. ഞാൻ എൻ്റെ മുകളിലേക്ക് നോക്കി. എനിക്ക് യാതൊരു വിഷയം ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ കയ്യിൽ നമ്മളെ ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ, ഒരു ബേജാറ് വേണ്ടതില്ല. ഞാൻ എന്ത് ചെയ്തു അറിയോ, ആ തെങ്ങിന്റെ മുരട് അവിടെ ഒരു പൈപ്പൊക്കെ ഉണ്ട് മുറ്റത്തായതിന്റെ പേരിൽ അതിന്റെ ചുറ്റവും കെട്ടി പൈപ്പ് അതിന് വേണ്ടിയിട്ടല്ല, നമുക്ക് കഴിയെങ്കിലും മറ്റുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് വാട്ടർ പൈപ്പ് അതിന് ഉണ്ട്. ആ പൈപ്പാണ്ട് തുറന്നിട്ടിട്ട് ആദ്യം ഒന്ന് ചെറിയ കൈക്കോട്ടുകൊണ്ട് നന്നാക്കി ചളിയാക്കി ഇട്ടെടുത്ത്, വെള്ളമൊക്കെ അടിച്ച് കൈക്കോട്ടുകൊണ്ട് കൊത്തി ചളിയാക്കി എടുത്തിട്ട് എന്ത് ചെയ്തു, അതിലേക്കൊരു 100 ഗ്രാം പിന്നെ ബോസറ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നാക്കി ചളിയാക്കിയാണ്ട് ചളിക്ക് ഇങ്ങനെ നന്നാക്കി ചളിയാക്കിയാണ് കൊടുത്തു. നല്ല വേനൽക്കാലത്തായി ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ ഗ്രോമാജിക്കും ഐസ്പ്രേ ഒക്കെ കൂട്ടി ഇതിനൊഴിച്ചും കൊടുത്ത്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ഒരു 3-4 മാസമായിട്ടുള്ളത്. ഈ കഴിഞ്ഞ പ്രാവശ്യം തേങ്ങ വലിക്കാരൻ വന്ന സമയത്ത് അയിമക്ക് നോക്കി പറഞ്ഞ അയിമല ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതുവരെ വലിച്ചിട്ടില്ല. ഇത് നിങ്ങൾ വന്നാൽ കാണിച്ചു തരാൻ പറ്റുന്നതാണ്. എൻ്റെ തോട്ടത്തിൽ വീട്ടിലെ പറമ്പിലുള്ള
തേങ്ങയിൽ ഏറ്റവും കൂടുതലുള്ള തേങ്ങുള്ള തെങ്ങ് എന്ന് പറയുന്നത് എന്റെ മുറ്റത്തുള്ള തെങ്ങാണ്. അതിന്റെ കാരണം ഇതിട്ട് കൊടുത്തതാണ്. ഇപ്പോഴും അത് വലിച്ചിട്ടില്ല. ഈ നിമിഷം വരെ അത് വലിച്ചാൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വന്നാൽ അത് കാണിച്ചു തരാൻ കഴിയും. ഇത്രയും തെളിവ് വെച്ചിട്ടാണ് ഈ പറയുന്നതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മളെ ഈ ഉൽപ്പന്നങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അതോടൊപ്പം പലരും ചോദിക്കും, വീട്ടിന് മുറ്റത്തൊക്കെ ഒരു 10 തെങ്ങ്. നിങ്ങൾ വലിയ തോട്ടക്കാരൊന്നും തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമ്മളെന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ ഇപ്പം ഈ കവുങ്ങൻ തൈ വെച്ച ഒരു 100, 150, 200 തൈ വെച്ച ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ വീട്ടിന്റെ ചുറ്റുഭാഗത്തും ഒക്കെ ഉള്ള ഒരു 10 തെങ്ങുള്ള ആൾക്കാർ, ഇവരെടുത്ത് നമ്മൾ എന്ത് ചെയ്യാം? ആ തെങ്ങ് നന്നാക്കാൻ കഴിയും, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോവാം. അവർക്ക് അതിന് 1 പാക്കറ്റ് ഗോസ്ര കൊടുക്കാം. അപ്പം നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ ചോദിക്കുന്നതിൽ? ഈ ഗ്രോ മാജിക്ക് 1 പാക്കറ്റ് 100 ഗ്രാം അവര് ഇതൊന്നായിട്ട് വേണ്ടല്ലോ, അവരത് വാങ്ങോ എന്നുള്ളത്. അതിനൊരു ബുദ്ധിമുട്ട് വേണ്ട. അതിനെന്ത് ചെയ്താൽ മതി അറിയോ? അത് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴികളുണ്ട്. അത് ഈ ഗ്രോ മാജിക്ക് ഒരു 10 ലിറ്റർ വെള്ളം എടുത്തിട്ട് 1 പാക്കറ്റ് ഗ്രോ മാജിക് എന്ത് ചെയ്യുക? ആ 10 ലിറ്റർ വെള്ളത്തിലേക്ക് തട്ടിയിട്ട് അത് കലക്കുക. എന്നിട്ട് 1 ലിറ്ററിന്റെ കുപ്പിയിൽ 10 ലിറ്റർ ആക്കി അതിൽ ഒരു 25 മില്ലി മൈസ്പ്രേയും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ ഈ ഒരു ലിറ്ററിന്റെ കുപ്പിയിൽ അങ്ങനെ 10 ലിറ്റർ ആക്കി വെക്കരുത്. 10 ലിറ്ററിന്റെ കുപ്പിയിലാണ് കറക്റ്റ് ചെയ്ത്. എന്നിട്ട് അതിനൊരു 200 റുപ്യൊക്കെ മുടക്ക് വരും. ഒരു കുപ്പിയുടെ പൈസയും ഗ്രോമാജിക്കിന്റെയും മൈസ്പ്രേന്റെ പൈസയും ഒക്കെ പാടായിട്ട് ഒരു 200 റുപ്യ ഒരു കുപ്പിക്ക് മുടക്ക് വരും. അതൊരു 200-നോ 225-നോ 250-നോ ഒക്കെ കൊടുക്കും ചെയ്യാം. ആ 1 ലിറ്റർ കൊടുക്കുമ്പോൾ പറയണം, ഈ 1 ലിറ്റർ വെള്ളം കൊണ്ടുപോയിട്ട് 10 ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് നിങ്ങൾ ഓരോ ലിറ്ററും ഓരോ തെങ്ങിനാണ്ട് ഒഴിച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ 10 തെങ്ങാണെങ്കിൽ. അപ്പൊ ഇനി അത് 10-15 ലിറ്റർ ആക്കി വിചാരിച്ച് അതിനോട് ദോഷം ചെയ്യൂല. അതിന്റെ പിന്നെ നമ്മള് അത് ഏറ്റവും കുറഞ്ഞ രീതിയിലാക്കുന്ന രീതിയാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? അവർക്ക് കൂടുതൽ മുടക്കില്ലാതെ ഈ കാര്യങ്ങൾ നടക്കാൻ കഴിയും. ഒരു മറ്റേ ബോസ്രയുടെയും ഈ ഒരു കുപ്പിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 തെങ്ങൊക്കെ ഉള്ളവർക്ക് ചെറിയ പൈസക്ക് വളവിടാൻ കഴിയും. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ വലിയ അടുത്ത പ്രാവശ്യം വീണ്ടും നമുക്കതിന്റെ ഉപയോഗം കിട്ടും. തൊട്ടടുത്ത വീടുകളിലും മറ്റുള്ളിടത്തും എവിടെ ഉണ്ടെങ്കിലും അത് നമ്മളിലേക്ക് തന്നെ എത്തിപ്പെടും. മറ്റത് ഇത് വാങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു രീതിയിലേക്ക്, ഇതിന് ഭയങ്കര പൈസ വരുന്നുണ്ട്, അത് വാങ്ങാൻ കഴിയില്ല എന്ന് ഉള്ള ഉദ്ദേശത്തിൽ എന്താവും? ആൾക്കാർ പിന്തിരിഞ്ഞു പോകും. മറ്റത് 10 എന്നുള്ളവന് ഒരു 1000, 1500 റുപ്യ കൊണ്ട് അത് കൃഷി ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ട് എല്ലാവരും ആ ഭാഗത്തിലേക്ക് ചിന്തിക്കുകയും വരികയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സമയം അല്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പലർക്കും നമ്മളൊക്കെ തന്നെ ഇതൊരു പരിശീലനം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തന്നവരെ ഒക്കെ നന്ദി പറയാം. കാരണം ഇതൊക്കെ ഒരു വലിയ പരിശീലനം കൂടിയാണ്. കാരണം ഇത്തരം പരിശീലനങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് നല്ല നിലക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാനും അവരുടെ കണ്ണിലേക്ക് നോക്കി മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവുള്ളൂ. ആ അവസ്ഥയൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമുക്കും വിജയിക്കാൻ പറ്റുള്ളൂ. അതിനൊക്കെ പലർക്കും അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ഒരു സൂമിന്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് പലർക്കും റിവ്യൂ പറയാനും ഒക്കെ ഉള്ള ഒരു അവസരമാക്കി വെച്ചുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല എന്ന് ഉദ്ദേശിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇതിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ എനിക്ക് ഈ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട റഫീഖ് സാറിന്റെ അപ്ലൈൻ ലീഡറാണ്. നല്ല ആക്റ്റീവായി ഞങ്ങളെ ഒപ്പത്തിനൊപ്പം നടന്ന എല്ലാവിധ പിന്തുണയും നൽകുന്ന സാറാണ്. സാറിന് എല്ലാവിധ വിജയാശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ തന്നെ ഒരുപാട് നമ്മളിൽ നിന്നൊന്നും കിട്ടില്ല എന്നുള്ള ഉറപ്പുണ്ടായിട്ടും ഈ നമ്മളെ മുന്നിലിരുന്ന് ഇതെല്ലാം ശ്രവിക്കാനുണ്ടായത്
ഇതുപോലുള്ള ഒരു പരിശീലനമാണ്. ഏതായിരുന്നാലും ഇതിന് ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന എൻ്റെ ലീഡർ ഉമർ ഉസ്താദിന്, അതുപോലെ തന്നെ നിങ്ങൾ ശ്രവിച്ച നിങ്ങൾക്കൊക്കെ ഒരിക്കൽ കൂടെ വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് മൈ ലൈഫ്.